പക്ഷികൾക്ക് ചിറകുണ്ടായതിനെ പറ്റി ഒരു കഥയുണ്ട്. ചിറകുകളില്ലാതെയാണ് ആദ്യം പക്ഷികൾ സൃഷ്ടിക്കപ്പെട്ടത്. പിന്നീട് ദൈവം ചിറകുകൾ ഉണ്ടാക്കി ചിറകുകളില്ലാത്ത പക്ഷികളുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ ഭാരമുള്ള ചുമട് കൂടി നീ എടുത്തുകൊണ്ട് പോകും. മനോഹരമായ തൂവലുകളും മധുരമാർന്ന ശബ്ദവും പാട്ടുപാടാനുള്ള കഴിവും അവയ്ക്കുണ്ടായിരുന്നു. പക്ഷെ ആകാശത്തേക്ക് പറന്നുയരാൻ മാത്രം കഴിയുമായിരുന്നില്ല. ദൈവം തങ്ങളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്ത ആ ഘനമുള്ള ചിറകുകൾ എടുക്കാനായിട്ട് ആദ്യം അവർ ഒന്ന് മടിച്ചു. ദൈവകൽപ്പന ആയതുകൊണ്ട് ചുണ്ടുകൊണ്ട് കൊത്തിയെടുത്ത് ആ ചിറകുകൾ ചുമലിലേറ്റി. ആദ്യമൊക്കെ അതൊരു ഭാരമായി തോന്നിയെങ്കിലും പിന്നീട് അവർ അതിനെ മാറോട് ചേർത്ത് പിടിച്ചു. പെട്ടെന്ന് തന്നെ ആ ചിറകുകൾ ചുമലിൽ ഒട്ടിപ്പിടിച്ചു. കാലാന്തരത്തിൽ അവയ്ക്ക് ആകാശത്തിലേക്ക് പറന്നു വരാൻ കഴിഞ്ഞു. ഭാരങ്ങൾ ചിറകുകളായി പരിണമിച്ചു. ഒരു മഹത്തായ ആശയമാണ് ഈ കഥ നമുക്ക് നൽകുന്നത്. ചിറകുകളില്ലാത്ത പക്ഷികളെ നമുക്ക് മനുഷ്യനുമായിട്ട് ഉപമിക്കാം. നമുക്ക് എടുക്കാൻ പറ്റാത്ത ചില ചുമടുകൾ ദൈവം നമ്മളുടെ മുന്നിലേക്ക് ഇട്ടു തരും. നമ്മൾ അകലെ നിന്നും അടുത്തു ചെന്നും അതിനെ സൂക്ഷിച്ചു നോക്കും. പലപ്പോഴും നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന് കരുതി ഭാരങ്ങൾ ചുമലിലേറ്റം മടിച്ച് നമ്മൾ പിന്മാറുന്നു. നമുക്ക് ഏറ്റെടുക്കാനുള്ള ചുമതലകളും നേരിടാനുള്ള പ്രശ്നങ്ങളും ഗുരുതരമാണെന്ന് കാണുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പിന്മാറാറുണ്ട്. അത് വളരെ സ്വാഭാവികമാണ്. നാം അതെല്ലാം ഏറ്റെടുക്കാനായിട്ട് സന്നദ്ധരാകുന്ന സമയത്ത് ഈ ഭാരങ്ങളെല്ലാം തന്നെ ലഘൂകരിക്കപ്പെടും. മാത്രമല്ല, ഈ ഭാരങ്ങൾ ജീവിതത്തിൽ പറന്നുയരാനുള്ള ചിറകുകളായിട്ട് പരിണമിക്കുകയും ചെയ്യും. ജീവിതത്തിൽ ഭാരം വഹിക്കാൻ ചുമല് കാട്ടിക്കൊടുക്കാൻ വിസമ്മതിച്ചാൽ നമ്മുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കുമുള്ള സുവർണ അവസരമാണ് ത്യജിക്കുന്നതെന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുക. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.